മതങ്ങൾ ഈ ലോകത്തെ എത്ര സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട മതങ്ങളെ പ്രതിനിധീകരിക്കുവാൻ വിവിധ ചിഹ്നങ്ങൾ ആദ്യകാലം മുതൽ തന്നെ മനുഷ്യൻ ഉപയോഗിച്ചു വന്നു. ഈ ചിഹ്നങ്ങൾ പലപ്പോഴും ആഴത്തിലുള്ള നിഗൂഢമായ വസ്തുതകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് പലപ്പോഴും ഒരു മതത്തിന്റെ മുഴുവൻ സാരാംശവും അതിന്റെ ചിഹ്നത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാകും. പലപ്പോഴും അനുയായികൾ പോലും പൂർണ്ണമായും മനസ്സിലാക്കാത്ത ഗാഢമായ അർത്ഥങ്ങൾ മതചിഹ്നങ്ങൾക്കുണ്ട്. ഇന്ന് പ്രമുഖങ്ങളായ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന മതചിഹ്നങ്ങളെയും അവ ഉൾക്കൊള്ളുന്ന വസ്തുതകളെയും രഹസ്യങ്ങളെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ക്രിസ്തുമതത്തെ പ്രതിനിധീകരിക്കുന്ന കുരിശ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള മതചിഹ്നമാണ്. ആത്യന്തികമായി യേശുവിന്റെ കുരിശുമരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും പ്രതീകമാണത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത വാസ്തവത്തിൽ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷാമാർഗങ്ങളിലൊന്നായിരുന്നു കുരിശ് എന്നതാണ്. ജനങ്ങൾ ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന കുരിശ് യേശുവിന്റെ കുരിശുമരണത്തോടെ യേശുവിന്റെ പ്രതീകമായി. കാലാന്തരത്തിൽ ക്രിസ്തുമതം സ്ഥാപിക്കപ്പെട്ടപ്പോൾ കുരിശ് അതിന്റെ വിശുദ്ധ ചിഹ്നമായി മാറി. റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ റോമാ സാമ്രാജ്യം തന്നെ തങ്ങളുടെ വിജയപ്രതീകമായി കുരിശിനെ സ്വീകരിച്ചു എന്നതാണ് രസകരമായ വസ്തുത. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ് കുരിശ്. സെയിന്റ് പീറ്ററുടെ തലകീഴായ കുരിശ്, താഴ്ഭാഗം നീണ്ട ലത്തീൻ കുരിശ്, 4 ഭാഗങ്ങളും തുല്യമായുള്ള ഗ്രീക്കിലെ കുരിശ് തുടങ്ങി വിവിധ രൂപങ്ങളിൽ ഇന്ന് കുരിശ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്ന് പലപ്പോഴും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് നക്ഷത്രവും അതിന് താഴെയായി കാണുന്ന ചന്ദ്രക്കലയും. എന്നാൽ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് ഈ ഒരു ചിഹ്നം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഏകദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ അനുശാസിച്ച പ്രവാചകനായ മുഹമ്മദ് നബി ഒരു ചിഹ്നത്തിനെയോ വസ്തുവിനെയോ ഇസ്ലാമിന്റെ അടയാളമായി സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. പ്രവാചകന്റെയും ആദ്യ ഖലീഫമാരുടെയും കാലത്ത് ഇസ്ലാമിക സൈന്യം, കപ്പലുകൾ, അധികാര കേന്ദ്രങ്ങൾ എന്നിവയിൽ പച്ച, കറുപ്പ്, വെള്ള എന്നീ നിറത്തിലുള്ള കൊടികൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യം പ്രബലമായതോടെയാണ് വാസ്തവത്തിൽ ഈ ചിഹ്നം പ്രചാരം നേടിയത്. ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഓട്ടോമൻ ഭരണാധികാരികൾ അവർ നിർമ്മിച്ച പള്ളികളിലും രേഖകളിലും വ്യാപകമായി ഈ ചിഹ്നം ഉപയോഗിക്കുവാൻ തുടങ്ങി. 1922 ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതിന് ശേഷവും സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ ഈ ചിഹ്നം തന്നെ അവരുടെ അടയാളമായി സ്വീകരിച്ചു. വിശുദ്ധ റമദാൻ ഉൾപ്പെടെയുള്ള മാസങ്ങളുടെ ആരംഭം നിർണ്ണയിക്കുവാൻ അവലംബിക്കുന്ന ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തുന്ന കാലഗണന രീതിയും ഈ ചിഹ്നം പൊതുവിൽ സ്വീകാര്യമാകുവാൻ കാരണമായി. സർവശക്തനായ അള്ളാഹുവിന് ആകാശഗോളങ്ങൾ ഉൾപ്പെടെയുള്ള സമസ്ത ലോകത്തിന്റെ മേലുള്ള ആധിപത്യത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ചിഹ്നം. ഇന്ന് ഹൈന്ദവ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രചാരത്തിലുള്ള ചിഹ്നമാണ് ഓംകാരം. എന്നാൽ ശ്രദ്ധിക്കേണ്ട വസ്തുത, ഒരിക്കലും ഒരു മതമല്ലാതിരുന്ന സനാതന സംസ്കാരം ആവിർഭവിച്ചപ്പോൾ അതിന് ഏകമായ ഒരു ചിഹ്നം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അനേകം വിശ്വാസ സമ്പ്രദായങ്ങൾ ചേർന്ന സനാതന സംസ്കാരത്തിൽ ശൈവവിശ്വാസികൾ ശിവവാഹനമായ നന്ദിയെ തങ്ങളുടെ ചിഹ്നമാക്കിയപ്പോൾ വൈഷ്ണവരാകട്ടെ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെയാണ് തങ്ങളുടെ അടയാളമായി സ്വീകരിച്ചത്. കാലാന്തരത്തിൽ ഈ സംസ്കാരങ്ങളെല്ലാം ഒന്നായി ചേർന്ന് ഹൈന്ദവം എന്ന ബൃഹത് സമ്പ്രദായം ഉടലെടുത്തപ്പോൾ അതിന്റെ ചിഹ്നമായി സാക്ഷാൽ ഓംകാരം തന്നെ മാറി. എല്ലാ സമ്പ്രദായങ്ങൾക്കും എങ്ങനെയാണ് ഓംകാരം സ്വീകാര്യമായി മാറിയത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഹിന്ദുമതത്തിൽ അനേകം ദേവീദേവന്മാരുടെ ആരാധന നിലനിൽക്കുന്നുവെങ്കിലും ഇവയെല്ലാം ഒരേ ഒരു പരബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങളായാണ് ആരാധിക്കപ്പെടുന്നത്. അതായത് അരൂപിയും നിർഗുണവും അപ്രാപ്യവുമായ പരമാത്മാവിനെ ആരാധിക്കുവാനുള്ള അഭിവാഞ്ഞയാൽ ഓരോ രൂപങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് മാത്രം. ഏത് പരമാത്മാവാണോ ഈ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത്, ആ ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്ന ശബ്ദമാണ് ഓംകാരം. ഓം എന്ന അക്ഷരം എങ്ങനെ എന്നുണ്ടായി എന്ന് വ്യക്തമായി പറയുവാനാകില്ല. സകല വേദങ്ങളിലും ഓം എന്ന അക്ഷരം വരുന്നുണ്ട് എന്നതിനാൽ ഇതിന് വേദത്തോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. അക്ഷരം എന്ന വാക്കിനർത്ഥം നാശമില്ലാത്തത് എന്നാണ്. ആദ്യ അക്ഷരമായ ആ തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉ എന്ന അക്ഷരം വായുടെ മധ്യഭാഗത്തു നിന്നും വരുന്നു. മാ എന്ന അക്ഷരമാകട്ടെ വായുടെ ഏറ്റവും പുറമെയുള്ള അധരപുടത്തിൽ നിന്നുമാണ് വരുന്നത്. ആ, ഉ, മാ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന അക്ഷരം. ആദ്യവും മധ്യവും അന്ത്യവും പ്രതിനിധീകരിക്കുന്ന അക്ഷരങ്ങളെ ചേർത്ത് എഴുതിയതിനാൽ മറ്റെല്ലാ അക്ഷരങ്ങളും ഇതിലടങ്ങുന്നു എന്ന് അർത്ഥം. ആ എന്ന അക്ഷരം വിഷ്ണുവിനെയും ഉ എന്ന അക്ഷരം ശിവനെയും മാ എന്ന അക്ഷരം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു എന്ന് മറ്റൊരഭിപ്രായമുണ്ട്. അതായത് സ്വയം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഈശ്വരനെ തന്നെയാണ് ഓംകാരം എന്ന പ്രണവം സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഇന്ന് ബുദ്ധമതത്തിന്റെ പ്രചാരത്തിലുള്ള ഈ ചിഹ്നം വാസ്തവത്തിൽ ഹിന്ദുമതത്തിനോടും ജൈനമതത്തോടും കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉത്ഖനന പ്രവർത്തനങ്ങളിൽ ലഭിച്ചിട്ടുള്ള ചക്രരൂപങ്ങൾ ഈ ചിഹ്നം ഏറെ പുരാതനമാണെന്ന് തെളിയിക്കുന്നു.
കാലാന്തരത്തിൽ ഇത് ബുദ്ധന്റെ ധർമ്മമാർഗത്തെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നമായി മാറി. സാധാരണയായി 8 കാലുകളോട് കൂടിയ ചക്രത്തെയാണ് ധർമ്മചക്രമായി കാണപ്പെടാറുള്ളത്. ഇത് ബുദ്ധന്റെ അഷ്ടാംഗമാർഗം എന്ന ഉപദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ബുദ്ധമതത്തിലെ അതിപുരാതനവും അടിസ്ഥാനപരവുമായ ഒന്നാണ് അഷ്ടമാർഗങ്ങൾ. ദുഃഖമയമായ ജീവിതത്തെ ദുഃഖവിമുക്തമാക്കി നിർവ്വാണത്തിൽ പരിലയിപ്പിക്കുന്നതിനുള്ള 8 വഴികളാണിവ. അഷ്ടമാർഗങ്ങൾ ഇവയാണ്. ഒന്നാമതായി സദ്ദൃഷ്ടി അഥവാ സദ്വീക്ഷണം, രണ്ടാമതായി സച്ചിന്ത, മൂന്നാമതായി സദ്വചനം, നാലാമതായി സത്കർമ്മം, അഞ്ചാമതായി സജ്ജീവനം, ആറാമതായി സത്ശ്രമം, ഏഴാമതായി സത്ശ്രദ്ധ, എട്ടാമതായി സദ്ധ്യാനം. ഈ 8 മാർഗങ്ങളെയാണ് ധർമ്മചക്രത്തിലെ 8 കാലുകൾ സൂചിപ്പിക്കുന്നത്. ചാക്രികമായി തുടർന്നുകൊണ്ട് നാശമില്ലാതെ തുടരുന്ന കാലത്തിന്റെ പ്രതീകം കൂടിയാണ് ധർമ്മചക്രം. സ്റ്റാർ ഓഫ് ഡേവിഡ് അഥവാ ദാവീദിന്റെ നക്ഷത്രം എന്ന ചിഹ്നമാണ് ജൂതമതത്തെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ജൂതപൂർവികനും ഇസ്രായേലിലെ രാജാവുമായിരുന്ന ദാവീദിന്റെ കാലത്തിലാണ് ഈ ചിഹ്നം ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ കൃത്യമായി എന്നു മുതലാണ് ഈ ചിഹ്നം യഹൂദമതത്തെ പ്രതിനിധീകരിക്കുവാൻ തുടങ്ങിയത് എന്നതിന് ആധികാരികമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. 19-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ചിഹ്നം വ്യാപകമായി യഹൂദർ ഉപയോഗിച്ചു തുടങ്ങിയത്. വംശഹത്യയായും അനീതിയായും ആക്രമണങ്ങൾ അവർ നേരിട്ട കാലഘട്ടത്തിൽ സ്വയം സംഘടിക്കുവാനും തങ്ങളെ പ്രതിനിധീകരിക്കുവാനും ഈ ചിഹ്നം തന്നെ അവർ ഉൾപ്പെടുത്തി. ഒരു ഹെക്സഗ്രാമിന്റെ ആകൃതിയിൽ 2 തുല്യമായ ത്രികോണങ്ങളാണ് സ്റ്റാർ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ പുത്രൻ സോളമനും തന്റെ ആധികാരിക രേഖകളിൽ ഈ ചിഹ്നം തന്നെ മുദ്രയായി പതിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് സീൽ ഓഫ് സോളമൻ എന്നും അറിയപ്പെടുന്നു. ഇന്ന് ഇസ്രായേലിന്റെ പതാകയിലെ ചിഹ്നം കൂടിയാണ് ദാവീദിന്റെ നക്ഷത്രം. സിഖ് മതത്തിന്റെ പ്രതീകമാണ് ഈ ചിഹ്നം. 2 അറ്റങ്ങളോട് കൂടിയ വാളും വശങ്ങളിലായി കൃപാൺ എന്നറിയപ്പെടുന്ന വളഞ്ഞ വാളും നടുവിൽ ചക്രം എന്ന ആയുധവും അടങ്ങുന്നതാണ് ഈ ചിഹ്നം. വാസ്തവത്തിൽ ആദ്യകാലങ്ങളിൽ സിഖ് മതത്തിനെ പ്രതിനിധീകരിച്ചിരുന്നത് ഏക് ഓംകാർ എന്ന വചനമാണ്. പിന്നീട് കാലാന്തരത്തിലാണ് ഈ ആയുധങ്ങളെ സിഖ് വിശ്വാസികൾ തങ്ങളുടെ ചിഹ്നമാക്കിയത്. ഇതിൽ നടുവിലായി കാണാൻ കഴിയുന്ന വാൾ ഏകദൈവത്തിനെയും ദൈവത്തിന്റെ കരുത്തിനെയും, 2 വശങ്ങളിലായി കാണുന്ന കൃപാൺ നീതിയെയും, നടുവിലെ ചക്രം ചാക്രികമായി തുടരുന്ന ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. 17-ാം നൂറ്റാണ്ടിൽ ഗുരു ഗോബിന്ദ് സിംഗിന്റെ കാലം മുതലാണ് ഈ ചിഹ്നം വ്യാപകമായി ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. ഹിന്ദുമതത്തിൽ തന്നെ വേരുകളുള്ള ജൈനമതം അതിന്റെ ചിഹ്നമായി സ്വീകരിച്ചത് ഹിന്ദു വിശ്വാസപ്രകാരമുള്ള സ്വസ്തികത്തെയും അഹിംസയുടെ ചിഹ്നമായ ഹസ്തത്തെയുമാണ്. ജൈന വിശ്വാസപ്രകാരം ദേവതകൾ, മനുഷ്യർ, നരകവാസികൾ, അമാനുഷ്യർ എന്നിങ്ങനെ 4 തരത്തിലുള്ള സൃഷ്ടികളെയാണ് സ്വസ്തികം പ്രതിനിധീകരിക്കുന്നത്. അഹിംസയുടെ ചിഹ്നമായ കൈപ്പത്തിക്കുള്ളിലാകട്ടെ ബുദ്ധമതത്തിൽ എന്ന പോലെ ധർമ്മചക്രവും കാണുവാൻ കഴിയും. പരസ്പരോപഗ്രഹോ ജീവനം എന്ന വാക്യം ഈ മുദ്രയ്ക്ക് താഴെ നൽകാറുണ്ട്. ജീവജാലങ്ങളെല്ലാം തന്നെ പരസ്പര സഹവർത്തിത്വത്തോടും സഹായത്തോടുമാണ് കഴിയുന്നതെന്നാണ് ഇതിന്റെ സാരം. സോറോസ്ട്രിയൻ മതവിശ്വാസികളുടെ വിശുദ്ധ ചിഹ്നമാണ് ഫരവഹർ അല്ലെങ്കിൽ ഫരോഹർ. ഒരു കൈ മുന്നോട്ട് നീട്ടി നിൽക്കുന്ന താടിയുള്ള ഒരു വ്യക്തിയെ ഇതിൽ കാണുവാൻ കഴിയും. ഒരു വൃത്തത്തിനുള്ളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. വൃത്തത്തിന് ഇരുവശത്തേക്കുമായി 2 ചിറകുകൾ നീണ്ടു നിൽക്കുന്നതും കാണാം. വിവിധങ്ങളായ അർത്ഥം ഈ ചിഹ്നത്തിന് കൽപ്പിക്കുന്നുവെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മാവിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രചാരത്തിലുള്ള വിശ്വാസം. ആത്മാവിനെ ഫ്രവശി എന്നാണ് സൊറോസ്ട്രിയൻ മതത്തിൽ വിളിക്കുന്നത്. ചിഹ്നത്തിലെ വൃത്തം ആത്മാവിന്റെ ശാശ്വതവും അനന്തവുമായ സ്വഭാവത്തെയും ചാക്രികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അവയിലെ ചിറകുകളാവട്ടെ ലൗകിക ലോകത്തിൽ നിന്ന് സഞ്ചരിച്ച് ഈശ്വരീയ തലത്തിലേക്ക് എത്തുവാനുള്ള ആത്മാവിന്റെ കഴിവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു ചിഹ്നമാണ് ഇൻ യാങ്. സമകാലിക ഫാഷൻ സങ്കല്പങ്ങളിൽ പോലും ഇൻ യാങ് എന്ന മുദ്ര വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ, മറ്റ് ആക്സസറികൾ തുടങ്ങിയവയിലൂടെ നമ്മളിൽ പലരും ഈ ചിഹ്നം തീർച്ചയായും കണ്ടിട്ടുണ്ടാകും. വാസ്തവത്തിൽ ചൈനീസ് തത്വചിന്തയുടെ കേന്ദ്ര ചിഹ്നമാണ് ഇൻ യാങ് എന്ന സങ്കല്പം. താവോയിസം, കൺഫ്യൂഷനിസം തുടങ്ങിയ ചൈനീസ് പരമ്പരാഗത മതങ്ങൾക്കെല്ലാം ഇൻ യാങ് ആത്മീയതയുടെ പ്രതീകമാണ്. ഇൻ എന്ന കറുത്ത ഭാഗവും യാൻ എന്ന വെളുത്ത ഭാഗവും ഇതിലുണ്ടാകും. ചൈനീസ് തത്വചിന്തയിൽ വിപരീത ശക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധവും പരസ്പരാശ്രയത്വവും വിശദീകരിക്കുന്ന ഒരാശയമാണ് ഇൻ യാങ്. പല ചൈനീസ് ശാസ്ത്ര തത്വചിന്താ ശാഖകളുടെയും അടിസ്ഥാനം തന്നെ ഈ ആശയമാണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും ഇൻ എന്ന പ്രകൃതവും യാങ് എന്ന പ്രകൃതവും ഉണ്ടെന്നാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. അവ എല്ലായ്പ്പോഴും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഒന്നും പൂർണ്ണമായി സന്തുലിതാവസ്ഥയിലല്ല, അല്ലെങ്കിൽ ഒന്നിനെ കൂടാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. അതായത് പ്രപഞ്ചത്തിന്റെ കർമ്മോത്സുക ശക്തിയുടെയും അനുത്സക ശക്തിയുടെയും 2 മുഖങ്ങളെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു.
യിൻ സൂചിപ്പിക്കുന്നത് ഭൂമി, സ്ത്രീ, നിഷ്ക്രിയത്വം, ഇരുട്ട്, സ്വീകരണ സന്നദ്ധ എന്നിവയെയും യാങ് സൂചിപ്പിക്കുന്നത് സ്വർഗം, പുരുഷൻ, സജീവത്വം, പ്രകാശം, പ്രത്യുൽപാദന ശക്തി എന്നിവയുമാണ്. ഇവയിൽ ഒന്നിനെ കൂടാതെ മറ്റൊന്ന് നിർജീവവും നിലനിൽപ്പില്ലാത്തതുമാണെന്ന് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നു.